ex-mayor of Cambridge, Baiju Titaliana. Sir, welcome to our special episode. 38 വർഷമായടാ ജോർജ് സാറ് പോലീസിലായിട്ട്. സാറിന്റെ കുട്ടിക്കാലം ഈ വൈറ്റ് പേപ്പർ അത് ആ സിറ്റീസ് അത് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ പല രീതിയിലുള്ള വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും. ഞാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാർ നാട്ടിലെവിടെയാണ് അതിനെ കുറിച്ചൊന്ന് പറയാം. ബിഗ് ഡീൽ. ഇതാരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഒന്നും അതില്ല. ഈ പാലും കുറ്റി പാല് കൊണ്ടുപോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പാല് വിൽക്കാൻ പോയി മുട്ടക്കച്ചവടം നടത്തി എന്നെ ഇപ്പോഴും നാട്ടിൽ മലനാട് മിൽക്കാരെന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ഇത് നമ്മൾ UK വന്നിട്ടുള്ള നമ്മുടെ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റി തന്നെ ഒരു 2 ടൈപ്പ് ഓഫ് ക്ലാസ് ആണ് ഞാൻ മേജർലി നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മുടെ സ്റ്റുഡൻറ് ആയിട്ട് വന്നിട്ട് സ്റ്റുഡൻറ് ക്ലാസ്, പിന്നെ ഒരു 20 years ബാക്ക് വന്ന് സെറ്റിലായി ഇവിടെ മൊത്തത്തിൽ വീടായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ. അത് രണ്ട് രീതിയിലൊരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളുമാണ് ഫോളോ ചെയ്യുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ഇമിഗ്രൻസ് നോക്കുമ്പോൾ നമ്മുടെ വോയിസിന് വേണ്ടി സംസാരിക്കാനും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ചേരാനൊക്കെ നമുക്കൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. നമുക്ക് അറിയാം ലേബർ പാർട്ടി ഉണ്ട്, റിഫോം ഉണ്ട്, കൺസെപ്റ്റ്. നമുക്ക് ഇതിലൊക്കെ പ്രവർത്തിക്കാനും ഇതിനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നമ്മൾ ഇതിൽ വേണ്ടി എത്തിച്ചേരുക, അങ്ങനെയുള്ളൊരു ഡൗട്ട് എനിക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണിത്. ഈ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ ഞങ്ങൾ ആദ്യം വന്നവർ 10-20 വർഷം മുമ്പ് വന്നവർ ഇപ്പോൾ ഉള്ള ആളുകളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു, അല്ലെ അവരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു. ഇതിന്റെ പ്രധാന പ്രശ്നം എന്തെന്നറിയോ? ഇതിന്റെ പ്രധാന ഒരല്പം ഏജ് ഗ്യാപ്പിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്നിപ്പം എന്റെ മോളുടെ ഒക്കെ പ്രായമുള്ള ആളുകൾ ഇപ്പം വരുന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഏതാണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയവരാണ്, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെയുള്ള ഞങ്ങളുടെ ജനറേഷൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ സെക്കൻഡ് ജനറേഷൻ അതുപടി ഉൾക്കൊള്ളുന്നത്. ഞാൻ പറഞ്ഞ കാരണം ഞാൻ വക്കീലാണ്, അല്ലെങ്കിൽ എനിക്കൊരു പൊളിറ്റിക്കൽ പ്രൊഫൈലുള്ള ആളാണ്. അല്ലാതെ ഈ മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് അവർ പറയുന്ന അങ്ങോട്ട് അതുപടി നീ ബുദ്ധിമുട്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും. പിന്നെ ഇതിന്റെ പ്രശ്നം അറിയോ, നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ വന്ന് ചെറുപ്രായത്തിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതിനെ കാണുന്നത് ഈ ഒരു എന്നാ പറയുന്നത് ഒരു വല്ലാത്തൊരു പാഷനോടുകൂടി ഇതിനെ കാണുന്നത്. ഇപ്പൊ എന്നെ പോലെയൊക്കെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ മടുത്തയാണ്. അച്ചീവ്ഡ് എന്നുള്ളതല്ല, ഞാൻ അതായത് നമ്മൾ മടുത്തു. എനിക്ക് ഞാൻ തിരിച്ചു പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോട് നിൽക്കുന്നയാളാണ്. എപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ. വെൻ ഇറ്റ് വിൽ. ഇപ്പൊ തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞു. കേരള ഹൈക്കോടതിയിൽ ഹാജരാകുന്നു, ഇവിടെ നിന്ന് ഓൺലൈനിൽ ഹാജരാകുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അപ്പം ഞാനൊക്കെ ആലോചിക്കുന്നത് ഇത് എന്തുണ്ട് ഈ പിള്ളേർക്കൊക്കെ നാട്ടിൽ നിൽക്കാൻ പറ്റും. കാരണം നമ്മൾ ഇവിടുത്തെ ജീവിതം ഏതാണ്ട് മടുത്തൊരവസ്ഥയാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ അത് നിങ്ങളോട് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള ഇവരോടൊന്ന് വലിയ ആളായി. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നതല്ല പറയുന്നത്. നമ്മളുടെ പ്രായം ആയി കഴിയുമ്പോൾ സാച്ചുറേഷൻ പോയിന്റിലെത്തും. അന്ന് നിങ്ങൾ എന്ത് അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയാം. ഇപ്പം നാട്ടിലാണെങ്കിൽ ശരിയാണ്, നമുക്ക് സാമ്പത്തികം കുറവാണ്. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഫെസിലിറ്റി ബേസിക് നെസസിറ്റീസ് നാട്ടിലുണ്ടെങ്കിൽ കേരളം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇന്ത്യ കഴിഞ്ഞും ജീവിക്കാൻ നല്ല സ്ഥലം വേറെ ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് പറ്റത്തുമില്ല. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ അയലോക്കത്തുള്ള ആള് ട്രീറ്റ്മെന്റിന് ഇവിടുന്ന് നമ്മൾ പൈസ അയച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. നമ്മൾ അയലോക്കക്കാർ സുഹൃത്തുക്കളൊക്കെ. അപ്പം അതുപോലെ ഒരു ബെറ്റർ കെയർ കിട്ടാത്ത ആ സിസ്റ്റം ഇസ് നോട്ട് ബോതർ അബൌട്ട് ഇവരെ പറ്റി ഈ തൊഴിലാളികളെ പറ്റിയോ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ മുമ്പോട്ട് വന്നാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന സ്വയം വേറെ എങ്ങും കാണുന്നുള്ളൂ. അത് എപ്പോഴും ഒരു മദർ കൺട്രിയിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ കംഫർട്ട് സോൺസ് കിട്ടുമ്പോൾ നമുക്ക് ഒട്ടും ചിന്തിക്കാത്തതും ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും കാര്യമാണ്. ഇല്ല, അത് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളം വിട്ടു പോയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടെ വല്ല ഓട്ടോറിക്ഷ ഓടിച്ചോ അല്ല കൂലിപ്പണിക്കേട് നടന്നേനെ. എനിക്ക് എൻ്റെ ഒരു സെനാരിയോ ഡിഫറെൻ്റ് ആണ്. അപ്പം എന്നോട് പല എന്നെ വിമർശിക്കുന്നവർ വല്ലതും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒന്നല്ല ആയി കഴിഞ്ഞപ്പോൾ ഇനിയുള്ളവർ പോകണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞേ
അവിടെ ആളുകൾ പറയണം ഇനി എന്നെ പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ ഈ ഞാൻ ഒന്നും ഇല്ലായ്മയിൽ നിന്നു എനിക്ക് പോകാതെ വരെ മാർഗമില്ലായിരുന്നു. 50,000 60,000 പൗണ്ട് ലോൺ എടുത്ത് ഇങ്ങോട്ട് വരുന്നവർ ഈ പൈസ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഞാൻ ജസ്റ്റ് കയറി വന്നത് വണ്ടിക്കൂലി വരും കടം മേടിച്ചിട്ട് കയറി വന്നാ. അപ്പം ഇവൻ ഡൽഹിക്ക് പോകുമ്പോൾ വണ്ടിക്കൂലി കടം മേടിച്ചാ പോകുന്നത്. അപ്പം വേറെ മാർഗമില്ല, ഒരു നല്ല തൊഴിലില്ല, തൊഴിൽ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം നമ്മുടെ അവിടെ മാറണമെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ സിസ്റ്റം മാറണം. അത് ഗാന്ധി പണ്ട് പോലെ കുറേ ആളുകളൊക്കെ വിദേശത്ത് നിന്ന് തിരിച്ചു ചെന്ന് അവിടെ മാറ്റങ്ങൾ ഉണ്ടായാലും മാത്രമേ നമ്മുടെ ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്മളൊരു ബേസിക് ഫൗണ്ടേഷൻ നമുക്കുണ്ട്. പക്ഷെ അത് അവിടുന്ന് മുമ്പോട്ട് നീങ്ങുന്നില്ല. ഇന്ത്യയിൽ 50% ആളുകളും 100 രൂപയിൽ കൂടുതൽ ഒരു ദിവസം ഇൻകം കിട്ടാത്തവരാണ്. അതായത് 50% ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ draw 100 rupees per day. 100 rupees per day. അതിപ്പോ കേരളത്തിൽ അത് no India, come on, how can we കേരള ഇന്ത്യയിലല്ലേ. so നമ്മൾ അതിനെ അങ്ങനെ അപ്പോൾ 50% of the population is drawing somehow 100 rupees a day, but 80% of the population is going for private medical care. ഈ 50% 100 രൂപ കിട്ടുന്നവനോട് കൂട്ടിയാണ് പറയുന്നത്, പോകുന്നതിൽ 80% പോകുന്നത് പ്രൈവറ്റ് കെയറിലേക്കാണ് പോകുന്നത്. ഇവരെവിടുന്ന പൈസ? ഇവർ തെണ്ടുകയാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, വളരെ 10 സെന്റ് വിൽക്കുന്നു, കോപ്പറേറ്റീവ് ബാങ്കിന്റെ പണയം വെക്കുന്നു. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ മേലാഴികയോ ഉണ്ടായാൽ ആ ആൾക്ക് ജീവിക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉള്ള 5 സെന്റും 10 സെന്റും വിറ്റിട്ട് ആശുപത്രി കൊണ്ടിരുന്ന അവസ്ഥ. നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പറഞ്ഞതെന്നറിയോ? ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് എവറി സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി ക്യാൻ പ്രോഗ്രസ് ഇൻ ദ ലൈഫ്. പറ, ഒരു മേലാഴിക വന്ന ഒരാളൊരു ഹോസ്പിറ്റലിൽ പെട്ടുപോയാൽ വാട്ട് വിൽ ഹി ഡു? ഒന്നുമില്ലാതെയാവും. വി ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ദാറ്റ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് they will fund you. That's the job. That's the absolute, that's the guarantee. അതൊരു ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഇവിടുത്തെ NHS സിസ്റ്റത്തിനെ ഒരുപാട് പേര് ഇങ്ങനെ വിമർശിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു റിയൽ ടൈം എമർജൻസി വന്നു കഴിഞ്ഞാൽ NHSനെ പോലെ NHSലെ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി നമ്മുടെ ഹോസ്പിറ്റൽസിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു നെഞ്ചുവേദന വന്നു. അപ്പോൾ തന്നെ വിത്തിൻ 5 minutes 99 വിളിച്ചു, 5 minutesനുള്ളിൽ ആംബുലൻസ് വന്നു, ECG വേരിയേഷൻസ് നോട്ടീസ് ചെയ്തു, അപ്പം തന്നെ അവർ മെഡിസിൻസ് കൊടുത്തു, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് വന്നു, ED എല്ലാം എമർജൻസിയിൽ ഫുൾ അവർ ഈച്ച് ആൻഡ് എവറിത്തിങ്. അവർക്ക് എന്തൊക്കെ ലൈക്ക് നമുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ, അത് എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് ആണോ എന്നുള്ളതൊക്കെ അവരെ നോക്കി അതൊക്കെ റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് ഭയങ്കര അമേസിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ why can't we have a system in India like this? അതെ, നമുക്ക് ഇത് give me 2 years time and I'll change it. ഞാനിതിൻ്റെ പ്ലാനും പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലെറ്റ് മീ സീ ഹൗ ദേ ഗോയിങ് ടു ടേക്ക് ദാറ്റ് ഓൺ ബോർഡ്. ഇനി ഞാൻ പറയില്ല, അങ്ങനെ കണ്ടംപറമ്പിൽ നിന്ന് കയറി വന്ന ആളാണ് ഞാനിപ്പോൾ. ഈ കേംബ്രിഡ്ജിന്റെ മേയർ, എക്സ് മേയർ, സ്റ്റേറ്റ് വക്കീലാണ്, ഇവിടുത്തെ സ്റ്റേറ്റ് വക്കീൽ. ഒരു മാസം 60 കേസിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരെ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഈ ഇന്ത്യയിലൊരു NHS ഉണ്ടാവണം, ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പൊളിച്ചെഴുതണം, ഇവിടുത്തെ പോലത്തെ ഒരു സിസ്റ്റം ഉണ്ടാവണം. ഇത് രണ്ടും എൻ്റെ ആഗ്രഹം. ഇനി അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത്, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവാന്ന് പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ കംഫർട്ട് സോൺ ഇട്ടിട്ടാണ് പോകുന്നത്. അവിടെ അങ്ങോട്ട് ചെന്നാ പറഞ്ഞേ നമുക്ക് ഈ ഇവിടുത്തെ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരുപാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരുപാട് കുതികാൽ വെട്ടും ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്റെ അവർ കുതി വെട്ടുന്ന കുതി വെട്ടിക്കോട്ടെ, എനിക്കിത് നേരെയില്ല എന്നുള്ളതാണ്. എനിക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്യണം, തിരിച്ചു പോകണം, വേറെ കഥയൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ സെറ്റ് അത് സ്റ്റാർട്ട് ആയി തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പിള്ളേരൊക്കെ ഇവിടെ ആവില്ല. അതെ. പിന്നെ അത് മാത്രമല്ല, ഈ പൊതുവെ ഉള്ളൊരു വിമർശനമാണ് ഇപ്പൊ വരുന്ന കുട്ടികൾ പൊതുവെ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ടൊന്നും അഡാപ്റ്റ് ചെയ്യാതെ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്നൊക്കെ പൊതുവെ പറഞ്ഞ്
പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പഴയ വന്നൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെയല്ല എന്ന് പലപ്പോഴും ഇപ്പോൾ കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി വൈറൽ വീഡിയോ ഡോണ്ട് ഫോൾ ഇൻ ടു ദിസ് ട്രാപ്പ്. വൈറൽ വീഡിയോ ഒക്കെ ചുമ്മാ ആളെ കൂട്ടാൻ വേണ്ടി അവരുടെ ഒരു റീച്ചിന് വേണ്ടി പറയുന്നതാണ്. ഈ ഇവിടെ സിസ്റ്റം ഫോളോ ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ബിഹൈൻഡ് ദ ബാർസ്. ഞാൻ ക്രിമിനൽ വക്കീല, എല്ലാ ദിവസവും കോടതി പോലും പോലീസ് സ്റ്റേഷൻ പോകുന്ന വക്കീല ഞാൻ. ഇവിടെ നമ്മൾ വലിയ ആളെ നമ്മുടെ സിസ്റ്റം നടത്താൻ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിഞ്ഞാൽ യു വിൽ പേ ദ പ്രൈസ്. അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രാഫിക് റൂൾസ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ട്രാഫിക് റൂൾ ഒബേ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പേ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊക്കെ ഒരവസ്ഥയാണ്. പക്ഷേ ഇവിടെ നമ്മളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അത് പേ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ഫൈൻ. അപ്പൊ അതൊരു പേടി എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സിസ്റ്റം, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വിൽ എൻഫോഴ്സ് ഇറ്റ്. നമ്മുടെ അവിടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വിൽ നോട്ട് ഈവൻ കൺസിഡർ എൻഫോഴ്സിങ് ഇറ്റ്. ഇപ്പൊ മന്ത്രം വിളിച്ചു പറയും, അല്ലെങ്കിൽ വേറൊരാൾ ഇപ്പൊ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരാളുടെ ഒരു ഫോൺ കോൾ മതി ഇതെല്ലാം പൊളിച്ചെഴുതാൻ, ഇതെല്ലാം മാറ്റി എഴുതാൻ. അതെ 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 അത് ആ സിസ്റ്റമാണ് മാറേണ്ടത്. അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ആരും അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന പോലും ഇല്ലെന്നേ. അതെ അതെ. പിന്നെ ഇപ്പം നമ്മുടെ മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പറിനെ കുറിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു, സാറ് ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശക്തമായി ഒരുപാട് വാദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ വൈറ്റ് പേപ്പറിനെ പറ്റി എൻ്റെ തന്നെ ഒരു മോഷൻ പാർട്ടിക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ടോക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം വൈറ്റ് പേപ്പറിൽ അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും യു പുട്ട് എവറിത്തിങ് ഓൺ ടു ഇമിഗ്രൻസ്. അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ പ്രസംഗം കേട്ടോന്ന് അറിയത്തില്ല, കൗൺസിലിലെ പ്രസംഗം അത് വളരെ വൈറലായ ഒരു പ്രസംഗമായിരുന്നു. കാരണം അത് ഞാൻ ഐ വാസ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഇതിനൊരു പരിധിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്ത് പണിയെടുത്താണ് ജീവിക്കുന്നത്. പിന്നെ ഇമിഗ്രൻസ് മുഴുവൻ പ്രശ്നക്കാരാണെന്ന് പറയാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നേ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ക്രിമിനലോ അല്ലെ ഒരാൾ അടിയോ പിടിയോ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ ആക്ട് മാത്രമാണ്. ആ ഒരാളെ പിടിച്ചകത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ആരെയും തല്ലുപോയി പിടിക്കുക എന്നെ പിടിച്ചകത്തിടുക. ലീവ് മൈ കമ്മ്യൂണിറ്റി അലോൺ. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കുന്നത് എന്നെ നിങ്ങൾ ഞാൻ കുറ്റം ചെയ്താൽ എന്നെ നിങ്ങൾ ശിക്ഷിച്ചാൽ മതി എന്നേ. എന്റെ കുടുംബത്തെയും അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റിയെയും പറ്റില്ല. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി ആകട്ടെ ഹിന്ദു കമ്മ്യൂണിറ്റി ആകട്ടെ, ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും കേസ് ചെയ്തിട്ടുള്ള വക്കീലാണ്. ഞാൻ ക്രിമിനൽ പ്രാക്ടീസ് മാത്രം ചെയ്യുന്നതാണ് കുറച്ച് കാലങ്ങളായിട്ട്. അപ്പം എല്ലാ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ എല്ലാ സബ് കമ്മ്യൂണിറ്റികളുടെയും കേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഇമിഗ്രൻസ് മുഴുവൻ ക്രിമിനലാകുന്നതും ബാക്കിയുള്ളൊരു ക്രിമിനൽ അല്ലാതെ ആകുന്നതും എങ്ങനെയാണ്? അപ്പം അത് എൻ്റെ ഒരു വിശ്വാസം ഈ വൈറ്റ് പേപ്പർ അത് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ പല രീതിയിലുള്ള വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും. ഞാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വൈറ്റ് പേപ്പറിനെ പറ്റി അങ്ങനെയാണ്. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ബിഗിനിങ്, അത് ജസ്റ്റ് ഒരു പ്രപ്പോസൽ. അത് കഴിഞ്ഞ് ഗ്രീൻ പേപ്പർ വരണം, അത് കഴിഞ്ഞ് ഹൗസിൽ ചർച്ച നടക്കണം. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ പ്ലേസ് ആസ് ഇറ്റ് ഈസ്. അതിൽ സിഗ്നിഫിക്കൻ്റ് ആയ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി തൊട്ടാനുള്ള കമ്മ്യൂണിറ്റി അല്ല. ബ്രിട്ടൻ റീബിൽഡ് ചെയ്യപ്പെട്ടതിൽ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. വിതൗട്ട് വിച്ച് never would have been the Britain that we see today. Health system especially. Housing, yeah. ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഈ രാജ്യം was in absolute it was completely destroyed, both in economically and in socially. So NHS 1949 നേബ് ഭവൻ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു അന്നത്തെ കൺസർവേറ്റീവിൻ്റെ ഏറ്റവും വലിയ വിഷയം. അതിനെ നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് ഇപ്പം ബ്ലാക്ക് ആൻഡ് എത്നിക് മിനോറിറ്റി
ബ്ലാക്ക് എത്നിക് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അവരുടെ ബാക്ക് ബോണാണത്, അവരുടെ കഷ്ടപ്പാടാണത്. 10-50 വർഷം ഇവിടെ കിടന്ന് പണിത് കഴിഞ്ഞാൽ ഇപ്പം മൈഗ്രൻ്റ് പൊക്കോളാൻ പറഞ്ഞ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ വി വിൽ ബൈ ഇറ്റ്, വി വിൽ ചലഞ്ച് ഇറ്റ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ ഏഷ്യൻ കമ്മ്യൂണിറ്റിയെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ബ്ലാക്ക് എത്തനിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായ ബോധം, അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വർക്ക് പ്ലേസസിലായിക്കോട്ടെ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവർ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. പക്ഷേ ഒരു ഏഷ്യൻ കമ്മ്യൂണിറ്റിക്കാർ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുമാത്രമല്ല ഇവർ ഒരു ഡിഫറൻസ്, ഇപ്പം ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാരെ വേറൊരു വേറൊരു രീതിയിലും അല്ലാതെ ഏഷ്യൻ കമ്മ്യൂണിറ്റീനെ വേറൊരു രീതിയിലും ഒക്കെയാണ് അവർ കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ എത്രത്തോളം വാസ്തവം, ഇപ്പം ഞാൻ 2 വർഷത്തെ ഒരു അനുഭവമാണ് പറഞ്ഞത്. സാർ ഇത്രയും വർഷമായില്ലോ, സാറിന് അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഞാനതിനെ കാണുന്നത് ഈ ഇമിഗ്രൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൽ എല്ലാവരും പെടും. ഞാനും പെടും, സൗത്ത് ആഫ്രിക്കക്കാരനും പെടും, ഈ പോളിഷുകാരനും പെടും. അവരെ അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരെല്ലാം അവർക്കൊക്കെ ഒരു യുണൈറ്റഡ് വോയിസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എഗ്രി വിത്ത് യു, നോട്ട് ഫുള്ളി എഗ്രി വിത്ത് യു, ബട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലീഡർഷിപ്പിൻ്റെ അല്ലെ പ്രോപ്പറായി അവരുടെ വോയിസ് റേസ് ചെയ്യാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്തെന്നറിയോ, ഈ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റി ഏതാണ്ട് വർക്ക് ഓറിയന്റഡ്. അവർക്ക് ഇതിനൊന്നും സമയമില്ല. അവർക്ക് ബില്ലടയ്ക്കണം, അവർക്ക് മോർഗേജ് പേ ചെയ്യണം, അവർക്ക് പിള്ളേരുടെ ഫീസ് കൊടുക്കണം. അപ്പൊ അതിൽ ആരും ഡെഡിക്കേറ്റഡായി മുമ്പോട്ട് വരുന്ന ആളുകളില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് റൈറ്റ്സിന് വേണ്ടി സംസാരിക്കാനാണെങ്കിലും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുന്നതിനൊരു ചാൻസസ് ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ ആരും അതിനു വേണ്ടിയിട്ട് മെനക്കെടാറില്ല. ഇപ്പൊ എല്ലാവരും വീട്, ജോലി, അങ്ങനെ അല്ലെങ്കിൽ കുടുംബം, അങ്ങനെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റി. ഇല്ല, അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ, അവർക്കതിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കതിന് ടൈം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മേയർ സ്ഥാനം ഞാൻ കഴിഞ്ഞ മാസം ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? എനിക്ക് കോടതി പോകണം. കാരണം എനിക്ക് പിള്ളേർ 2 പേര് പഠിക്കുന്നു. അപ്പം നമുക്ക് പൈസ വേണം. അപ്പൊ ഈ പൊളിറ്റിക്കൽ മാത്രം പോരാ, നമുക്ക് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു പ്രശ്നം. അത് തന്നെയാണ്. ദേ ഹാവ് ടു വർക്ക് ഫോർ എക്സ് മണി. ദേ ഹാവ് ടു ഹാവ് എ ബാങ്ക് ബാലൻസ്, നോട്ട് ബാലൻസ്, ദേ ഹാവ് എ income at the end of the month to pay the bills. So അവർക്ക് അതിനുള്ള സമയമില്ല. സാറിന്റെ ഇവിടുത്തെ വിഷണറീസ് ഒക്കെ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, സാറിന്റെ ഇന്ത്യയിൽ പോയിട്ട് നമ്മുടെ ഈ ഇവിടുത്തെ ഒരു സിസ്റ്റംസ് ഒക്കെ നമുക്ക് അതിനുള്ള ഒരു പ്രപ്പോസൽ വെക്കുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു ഫുൾ സപ്പോർട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ പോലത്തെ അല്ലെങ്കിൽ എൻ്റെ ഒരു യങ്ങർ ജനറേഷനും ഒക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ സാറിന് ഇതിൻ്റെതായ രീതിയിൽ സാറിൻ്റെ വിഷൻസൊക്കെ സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുമാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഇപ്പോൾ പുതിയൊരു തലമുറ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്ക് സാറിന് തരാനുള്ള ഒരു ഉപദേശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉപദേശമല്ല, ഒരു മേ ബി ഒരു സജഷൻ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? അല്ല, എനിക്ക് സജഷൻ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഒരു നേട്ടത്തിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ വേറൊന്നുമില്ല. അത് വലിയ ഞാനിനി എവിടെ നിന്ന് ഞാൻ വന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് തോന്നിയതാണ്. അത് പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി ആഗ്രഹമുള്ളത് എൻ്റെ നാടിൻ്റെ അഭിവൃദ്ധിയാണ്. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രവാസത്തിന്റെ ട്രോമ, ഈ പോകുന്ന വഴിയെ മുഴുവൻ ഇവ മൈഗ്രൻ്റാണ് പറഞ്ഞത്, ഇത് കേട്ട് തലകുനിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ. എൻ്റെ വരും ജനറേഷൻ ഇത് അനുഭവിക്കാനുള്ള ഇടയുണ്ടാകാതിരിക്കാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാം, അതിനു വേണ്ടി ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. ഞാനും ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ മക്കളും ഇങ്ങനെ ആയിപ്പോയി, ഇവിടെ ആയിപ്പോയി. വരുന്ന തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചങ്കും പിരിച്ച് നിൽക്കാൻ. അതായത് അവനവൻ്റെ രാജ്യത്ത് തന്നെ ചങ്കും പിരിച്ച് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ വിഷൻ. എനിക്കതിനപ്പുറത്തേക്ക് വേറെ ആഗ്രഹവും. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റുമായി ഇറങ്ങുമ്പോൾ എല്ലാ സപ്പോർട്ടും തരിക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ഓക്കെ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഈ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ സാറിൻ്റെ ഈ പ്രോജക്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് ഐ എം ഷുവർ ദാറ്റ് ദർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി മോട്ടിവേറ്റഡ് ആൻഡ് ദർ വിൽ ബി ലോട്ട് ഓഫ് യങ് ജനറേഷൻ ഹു വിൽ ബി സപ്പോർട്ടിങ് യു. അപ്പോൾ അങ്ങനെ ഇതൊരു വലിയൊരു ഹ്യൂജ് സക്സസ് ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. അത് മാത്രമല്ല, സാറിൻ്റെ ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സിലും എന്തെങ്കിലും സപ്പോർട്ട് ഞങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് വിഷ് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഞാൻ ഒരു മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് ആണ് ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഹാർട്ട്ഫിഷെയറിൽ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ അങ്ങനെയുള്ള കുറേ പേരെ എനിക്ക് വേണമെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനും ഇതിനും പറ്റും. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു പ്രോജക്റ്റാണ്. ഇത് എനിക്ക് അറിയാം, ഇതൊരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിന്ന് വരുന്ന ഒരു കാര്യമൊന്നുമല്ല, ഒരു ബിഗ് പ്രോജക്റ്റ് ആണ്. ഇറ്റ്സ് ഓൺ ഗോയിങ് പ്രോസസ്. അപ്പോൾ അതിന് സാറിന് എല്ലാവിധ ബെസ്റ്റ് വിഷസും നേർന്നുകൊള്ളുന്നു. Thank you very much, and again, all the very best. Thank you very much. You have come all the way from Stevenage, and spend the time. And thank you very much for being my guest at my home. Thank you so much. Thank you. 38 വർഷമായടാ ജോർജ് സാറ് പോലീസിലായിട്ട്. ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടാ. ഇതൊക്കെ കഴിഞ്ഞ് നാളെ ജോർജ് സാറ് DYSP ആയിട്ട് അങ്ങ് റിട്ടയർ ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുകയല്ല വിക്സേ. നീ എന്നെപ്പറ്റി ഒത്തിരി അറിയാനുണ്ടനിയാ.